ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളൊരു സാംസങ് ടാബ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് സാംസങ് S9 സീരീസ്, പ്രത്യേകിച്ച് നിങ്ങൾ പുതിയതിറങ്ങിയ S9 സീരീസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് S9, S9 FE അല്ലെങ്കിൽ S9 Ultra ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ സാംസങ്ങിന്റെ പുതിയ അപ്ഡേറ്റ് 1UI 6.1 ലോഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് കുറേ UI ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ച സാംസങ് S9 FE 8GB വേരിയൻ്റ് ആണ്. അപ്പോൾ ഇത് വൈഫൈ വേരിയൻ്റ് ആണ്, നമുക്ക് 5G വേരിയൻ്റ് ആവശ്യമില്ല. ഞാനിത് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതിന് നമുക്ക് ആക്ച്വലി സാംസങ്ങിൻ്റെ 1UI 6.1 അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇത് കാണിച്ചു തരാം. അപ്ഡേറ്റ് വന്നതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 2.8 GB ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അപ്ഡേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ലാസ്റ്റ് അപ്ഡേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും 2.5 GB ആണ് കേട്ടോ. നമുക്ക് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നേക്കുന്നത് 1 April തന്നെയാണ്, മെയിലത്തെ വരാണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ചേഞ്ച് വന്നേക്കുന്നത്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. എന്താ ലാസ്റ്റ് അപ്ഡേറ്റ് കാണിക്കുന്നുണ്ടോ 1UI സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് 1UI ഏതൊക്കെ ചേഞ്ചസ് കൊണ്ടെന്ന് വെച്ചാൽ, നമുക്ക് കോപ്പി ആൻഡ് പേസ്റ്റ് ഫ്രം വൺ ഇമേജ്, അത് നമുക്ക് എഡിറ്റ് ഓപ്ഷനിലൊക്കെ നമുക്ക് AI ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇംപ്രൂവ്ഡ് ഗാലറി സെർച്ച്, പ്ലേബാക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളത് നമുക്ക് അമർത്തി പിടിക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് അക്യുറേറ്റ് ഇമേജ് ക്ലിപ്പിംഗ് വരുന്നുണ്ട്. വാൾപേപ്പർ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. മോർ വിഡ്ജറ്റ്സ് ലോക്ക് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. അലാറാം അലേർട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. സ്റ്റിക്കർ ടു പേഴ്സണലൈസ് യുവർ കലണ്ടർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. കുറേ എണ്ണം വന്നിട്ടുണ്ട്. അത് വായിക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ ഉണ്ട്. കണക്ട് ആൻഡ് ഷെയറിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതായത് ഷെയർ വിത്ത് മോർ ഡിവൈസസ്, സിൻക്രണൈസ് ഇന്റർനെറ്റ് ടാബ് ഗ്രൂപ്പ് വിത്ത് അതർ ഡിവൈസസ്. ഇത് കുറേ കിട്ടാ. ഞാനൊന്ന് സ്ക്രീനിൽ കാണിച്ചു തരാം. അത് കുറേ ഉണ്ട് കണ്ടു. ഇതാണ് സംഭവം. ഇതിൽ നമുക്ക് പ്രൊട്ടക്റ്റീവ് ഡാറ്റയിൽ ഡാറ്റ പ്രൊട്ടക്ഷൻ എൻഹാൻസ് ചെയ്തെന്നതിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ആൻഡ് സെക്യൂർ സൈൻ ഇൻ ഓപ്ഷൻ വിത്ത് പാസ് കീ ഓപ്ഷനും വന്നിട്ടുണ്ട്. പിന്നെ മാനേജ് ഹെൽത്ത് ഓപ്ഷനിൽ എൻഹാൻസ് എക്സസൈസ് എക്സ്പീരിയൻസ്, അങ്ങനത്തെ ഇംപ്രൂവ്ഡ് സൈക്കിൾ ട്രാക്കിംഗ്, അങ്ങനത്തെ കുറേ സംഭവം വന്നിട്ടുണ്ട്. പിന്നെ വീഡിയോ കോൾ ഇഫക്റ്റ് വന്നിട്ടുണ്ട്. മൈക്ക് മോഡ് വന്നിട്ടുണ്ട്, അതായത് നമുക്ക് മൈക്കിൽ നോയിസ് കൺട്രോൾ സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ളത്. പിന്നെ വെതർ വിഡ്ജറ്റിൽ ഇൻഫർമേഷൻ്റെ മോർ ആഡ് ചെയ്തിട്ടുണ്ട്. വോയിസ് ഇൻപുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ സംഭവം വന്നിട്ടുണ്ട്. ബാറ്ററി പ്രൊട്ടക്ഷൻ ഓപ്ഷൻസ് കുറേ വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഈ സാധനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു 35,000 താഴെ നിങ്ങളൊരു നമ്മളൊരു ടാബ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സാധനം ഞാൻ പറയുള്ളൂ. അതിന് നമുക്ക് ഇൻക്ലൂഡ് ആയിട്ട് ബോക്സിൽ തന്നെ നമുക്ക് S Pen കിട്ടുന്നുണ്ട്. അപ്പോൾ S Penന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. റെഡ്മി നമ്മുടെ ഷയോമി പാഡ് 6 ഒന്നും ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. തനി ഒരു ഗിമ്മിക്കാണ് സംഭവം. അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയുള്ളൂ. കാണുമ്പോൾ വലിയ അട്രാക്ഷൻ സംഭവമൊക്കെ തോന്നും. അതിൻ്റെ പ്രൊസറൊക്കെ കിടലാണ് സമ്മതിച്ചു. പക്ഷെ സാധനം യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ, അതുപോലെ തന്നെ അവരുടെ പെന്നൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ 10 പൈസയ്ക്ക് ഉള്ളില്ല കേട്ടോ. ഞാൻ അതിന് മുമ്പ് നമ്മുടെ OnePlus പാഡിൻ്റെ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നതാണ്. നമ്മുടെ മെയിൻ ചാനലാണ്. അപ്പോൾ ഈ സാധനത്തിൻ്റെ S Pen നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ പിന്നെ ഉള്ളത് ആപ്പിളിൻ്റെ മാത്രമേ. പക്ഷേ ആപ്പിളിന് നമുക്ക് എക്സ്ട്രാ കാശൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ നമുക്ക് ഈ സാധനം എല്ലായിടത്തും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് എവിടെ വേണമെങ്കിൽ നമ്മുടെ കൈകൊണ്ട് ഉപയോഗിക്കുന്ന പോലെ എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ആപ്പിളിലെ ഇതിൽ ഇത് നമ്മുടെ ഈ സാധനം വലിക്കാൻ പോലും പറ്റില്ല. അതാണ് അവരുടെ ഒരു പ്രശ്നം. കുറേ ലിമിറ്റേഷൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സാധനം ഇതിൻ്റെ അവിടെ S9 FEയുടെ കൂടെ കിട്ടുന്നത് നമുക്ക് ഇതിന് ചാർജിങ് സംഭവമൊന്നും ചെയ്യേണ്ട. നമുക്ക് മാഗ്നറ്റിക് അറ്റാച്ച്മെന്റ് സംഭവമൊക്കെ വരുന്നുണ്ട്. S9ലും S9 Ultraയിലൊക്കെ കിട്ടുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള S Pen ആണ്. നമുക്കത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് സംഭവം ഓപ്ഷനൊക്കെ വരുന്നത്. അതിൻ്റെ ബാക്കിൽ തന്നെ ചാർജ് ചെയ്യാനുള്ള ഡോക്കും സംഭവമൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഒരു സിംഗിൾ ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഒന്ന് ഫോക്കസ് ആയി സോണിയും കണ്ടോ. അതുപോലെ തന്നെ ടിപ്പ് ഭയങ്കര സ്മൂത്ത് ആണ്. ശരിക്കും റൈറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ സാധനം ലോക്ക് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഇത് ലോക്കാന്ന് വിചാരിക്കുക, നമുക്കിത് സ്ക്രീനിൽ അൺലോക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് നോട്ട്സും സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈ ബട്ടൺ അമർത്തി പിടിക്കാം. ഈ ബട്ടൺ അമർത്തി പിടിച്ചിട്ട് നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമുക്ക് ഇവിടെ തന്നെ സുഖമായിട്ട് തന്നെ എഴുതാൻ കണ്ടോ. നമുക്ക് ഇത് ഓൾറെഡി നമ്മുടെ എന്താ പറയുക, ടാബ് ഓൺ ചെയ്തിട്ട് നോട്ട്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ നമുക്കിത് നമ്മുടെ ഈ S Penനുള്ള എല്ലാ ടാബിലും അതുപോലെ തന്നെ മൊബൈലിലും നമുക്ക് സാംസങ്ങിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ അത് കിടലൻ ഫീച്ചറാണ് ഇവരുടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടാബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാംസങ് തന്നെ പറയുള്ളൂ. ഞാൻ അതിന് മുമ്പ് ഐപാഡിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഐപാഡൊക്കെ ഞാൻ കൊടുത്തു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഐപാഡും അവരുടെ പെൻസിലൊക്കെ. അപ്പോൾ പിന്നെ അത് പ്രൊഫഷണൽ യൂസൊക്കെ ആണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നോർമൽ യൂസിനും അതുപോലെ തന്നെ നോട്ട്സ് എഴുതാനും സംഭവത്തിനൊന്നും എനിക്ക്
തീരെ ഇഷ്ടപ്പെട്ടില്ല ഐപാഡിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇത് ആക്ച്വലി 8GB വേരിയൻ്റ് ആണ്, ഓൾമോസ്റ്റ് 45,000 ഒക്കെ വരുന്നുണ്ട്. നമുക്ക് വിത്ത് ഡിസ്കൗണ്ട് സംഭവമൊക്കെ ആയിട്ട് നമുക്കൊരു 40,000 താഴെ കിട്ടും. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് 6GB വേരിയൻ്റ് ഒക്കെ നമുക്കൊരു 36,000 ആണ് നമുക്ക് സെയിൽ പ്രൈസ് ഒക്കെ വരുന്നത്. പക്ഷേ നമുക്ക് HDFC കാർഡ് ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് ഒരു 32 രൂപയ്ക്കൊക്കെ കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവം തന്നെയാണ്. ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി കിടലാണ്, മെറ്റൽ ബിൽഡാണ്. AMOLED എല്ലാത്തിലും വരുന്നത്, S9ലും S9 അൾട്രയിലും AMOLED ഡിസ്പ്ലേ ആണ്. പക്ഷേ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനൊരു കംപ്ലൈൻറ്റും ഇല്ല, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്. ക്യാമറയും അത്യാവശ്യം കുഴപ്പമില്ല, ഫ്രണ്ട് ക്യാമറയും നല്ലത് തന്നെയാണ്. നമുക്ക് ഇവിടെയാണ് വരുന്നത്, ലാൻഡ്സ്കേപ്പ് മോഡിലാണ് വരുന്നത്. ബാക്കി എന്താ പറയുക, IP68 റേറ്റിംഗ് സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് വേണമെങ്കിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വാഷ് ചെയ്യാം. ഇത് പോയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ശരിക്കും അത് ചെയ്യാൻ പാടില്ല, പക്ഷേ ചെറിയ ഇതിലൊക്കെ ചെയ്യാം. എന്ന് വെച്ചാൽ IP68 റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്കിതിന് വാറണ്ടി സംഭവമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കാൻ മറക്കണ്ട. പിന്നെ നമുക്ക് ഓവറോൾ എക്സ്പീരിയൻസ്, ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 2 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളിതിന് ഫുൾ റിവ്യൂ സംഭവമൊന്നും പറയാറില്ല. പക്ഷേ നമ്മൾ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ പർപ്പസ് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഒരു 35,000 രൂപയുടെ അല്ലെങ്കിൽ 35,000 താഴെ ടാബ് എന്ന് നോക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടേക്ക് നിങ്ങൾ നോക്കണ്ട. പ്രത്യേകിച്ച് Xiaomi Pad 6 എടുക്കാൻ നോക്കണ്ട. പ്രത്യേകിച്ച് നിങ്ങൾ നോട്ട്സ് ചെയ്താൽ അങ്ങനത്തെ സംഭവം തന്നെയൊക്കെ ആണെങ്കിൽ സാംസങ് ടാബ് F9 FE എടുത്താൽ മതിട്ടാ. 6GB ആയാലും വലിയ ലാഗും സംഭവമൊന്നും ഇല്ല. ഹെവി യൂസ് ഒന്നും പറ്റില്ല മാത്രമേ ഉള്ളൂ. പിന്നെ Exynosന്റെ 1380 പ്രൊസറാണ് വരുന്നത്. അപ്പോൾ ഒരു ആവറേജ് ആണ്. ഗെയിമിങ്ങിനൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഗെയിമിങ്ങിനൊക്കെ നിങ്ങൾ വേണമെങ്കിൽ പിന്നെ സാംസങ്ങിൻ്റെ വേണമെങ്കിൽ നിങ്ങൾ S9 എടുക്കാം. അതിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ Gen 2 വരുന്നത്. അപ്പോൾ അതൊക്കെ ഗെയിമിങ്ങിന് പറ്റും. അല്ലെങ്കിൽ ഈ സാധനം തന്നെ എടുത്താൽ മതിട്ടാ. അത്യാവശ്യം വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ അടുത്ത വീഡിയോ കാണാത്ത പോയി കണ്ടുവെക്കുക. നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടുവെക്കുക. മെയിൻ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാട്ടാ. നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ മറക്കണ്ട, jmb.banksupport.in. നിങ്ങൾക്ക് അതുകൂടെ തന്നെ ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യാം. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ അപ്ലൈ ചെയ്യാൻ നമ്മുടെ റെഫറൽ ലിങ്ക് ആണ് സെറ്റപ്പിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.